ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സരിക പ്രസാർ ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റ്. നമുക്കിന്ന് ജീവിതത്തിൽ ഫോക്കസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെപ്പറ്റി നോക്കാം. ഈ ശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ജോലിയിലും പഠനത്തിലും അതുപോലെ ബിസിനസ്സിലും ഒക്കെ മികച്ച മാറ്റങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു ജോലി തുടങ്ങുന്നു, പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുക്കുന്നു. അതുപോലെ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയാൽ മനസ്സെവിടെയോ പോകുന്നു. ഇതിനൊക്കെ കാരണം നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഫോക്കസ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ വഴികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, വ്യക്തമായ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഇല്ലാത്തവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ഒരു മാസം എൻ്റെ ലക്ഷ്യം എന്താണ്, ഇന്ന് പൂർത്തിയാക്കിയിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്, ഇതുപോലെയുള്ള ലക്ഷ്യം വളരെ വ്യക്തമായാൽ ശ്രദ്ധയും അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. രണ്ടാമത്തത്, ഒരേ സമയം ഒരു ജോലി മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പലരും മൾട്ടി ടാസ്കിങ് ഒരു കഴിവാണെന്ന് കരുതുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ തലച്ചോറ് ഒരേ സമയം പല പ്രധാന ജോലികളും മികച്ച രീതിയിൽ ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരു ജോലി ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അടുത്ത ജോലിയിലേക്ക് പോവുക. അടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് നിരന്തരമായ മൊബൈൽ നോട്ടിഫിക്കേഷൻസ്. ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഫോൺ സൈലൻറ്റിൽ ഇടുക, അല്ലെങ്കിൽ അനാവശ്യ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നിശ്ചിത സമയം മാത്രം നൽകുക. എപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നാലാമത്തത്, ഒരു ദിവസത്തെ പ്ലാൻ തയ്യാറാക്കുക. രാവിലെ മുതൽ വൈകിട്ട് രാത്രി വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വയ്ക്കുക. അഞ്ചാമത്തത്, മതിയായ ഉറക്കം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ആറാമത്തത്, വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണവും. ശരീരം ആരോഗ്യവാനായാൽ നമുക്ക് മനസ്സിനും കൂടുതൽ ഉണർവ് കിട്ടും. അപ്പോൾ എക്സസൈസ് ചെയ്യുക, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഏഴാമത്തെ കാര്യം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ്. ദിവസവും ഒരു 10 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതും നിങ്ങളുടെ ഫോക്കസ് കൂട്ടാനായിട്ട് സഹായിക്കും. എട്ടാമത്തെ കാര്യം, വലിയ ജോലിയെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു വലിയ ജോലി കാണുമ്പോൾ നമുക്ക് അതെന്തോ ചെയ്ത് തീർക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെന്ന് തോന്നും. പക്ഷെ അത് ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കി പോകുമ്പോൾ ആ ഒരു വലിയ ജോലി ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത്, ഇടവേളകൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നത് നമ്മുടെ ഫോക്കസിനെ കുറയ്ക്കും. അതുകൊണ്ട് നമ്മളൊരു 50 മിനിറ്റ് ജോലി ചെയ്താൽ ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് എടുക്കാൻ സാധിക്കണം. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഫോക്കസ് കിട്ടിയാൽ മാത്രം നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളതിന് ചെയ്യാനുള്ളത് ദിവസേന ചെറിയ പുരോഗതി ഉണ്ടാക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതുവഴി വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫോക്കസ് എന്ന് വെച്ചാൽ നമുക്ക് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവല്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശീലമാണ്. വ്യക്തമായ ലക്ഷ്യം, അതേപോലെ ടൈം മാനേജ്മെൻറ്റ്, മൊബൈൽ ഫോണിൻ്റെ നിയന്ത്രണം, നല്ല ഉറക്കം, വ്യായാമം, അതുപോലെ മെഡിറ്റേഷൻ, അതുപോലെ കൺസിസ്റ്റൻസി, ഇതെല്ലാം ഉണ്ടാകുന്നത് വഴി അല്ലെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധയും അതുവഴി ഉൽപ്പാദനക്ഷമതയും കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിജയിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ഒരിക്കലും ലഭിക്കുന്നില്ല. അവർ ലഭിച്ച സമയത്തിൽ കൂടുതൽ ഫോക്കസ് മാത്രമാണ് ചെലുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.